കുറുപ്പ് സാറിനൊന്ന് മണിയടിച്ച് വെച്ചോ. സിനിമാ പനിയും വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല വെച്ചാൽ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരാമല്ലോ. എന്തിന്? എൻ്റെ സുധി, ഇത്ര വലിയ ലോകമല്ലേ, നമുക്ക് ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. കേട്ടിട്ടില്ലേ, നടക്കുന്നവനാണ് നടൻ. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളെ ആദ്യമായിട്ട് കാണാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഞങ്ങളൊന്നും മറക്കല്ലേ ഗ്രേക? നോക്കാം, പക്ഷെ ഇവനെ ഞാൻ മറക്കും. മോളും ഉണ്ടായിരുന്നോ? നമ്മുടെ ഗ്രേഗൻ പോണേന്റെ ദുഃഖം മാറ്റാൻ പുള്ളിക്കാരന്റെ കൂടെ വന്നതാ. അതിനെന്തിനാ എത്ര ദുഃഖം? അവൻ സിനിമയിൽ അഭിനയിച്ച് വലിയ ആളായിട്ട് വരും. വലിയ ഗ്രേഗൻ ഫാനാ അമ്മ. നീ എന്താ വിളിച്ചേ? അമ്മ. ഞാൻ ചായ ഇടാം. എന്താ? തന്റെ ബൗൺസിങ് എഫക്റ്റീവ് ആട്ടോ. ഇത്ര നാളും എന്നാ വിളിച്ചിരുന്നേ. ഓഹോ, എന്നാ പോണേ ബാംഗ്ലൂർക്ക്? അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ട്. ഗ്രേഗനെ ഞാൻ ഇനി കാണുമോ? ചില ആൾക്കാരിങ്ങനെ ലൈഫിൽ നിന്നേ പോയിട്ടുണ്ടേ. അല്ലെ, ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ആവാം. എന്തിനെങ്ങനെ നെഗറ്റീവായി ചിന്തിക്കണേ? നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ പെണ്ണുങ്ങൾക്കാ. നിർമ്മല തന്നെ കണ്ടില്ലേ, ഗ്രേഗൻ്റെ ജോലി പോയതും അവളവനെ ചതിച്ചു. നിർമ്മല പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളുടെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ ശ്രുതിക്ക് അറിയാവുന്നല്ലേ? എന്നാൽ പിന്നെ വീട്ടിലെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് പ്രേമിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ വീട്ടിൽക്കൊക്കെ. മാഞ്ചകിമാർ കുടിച്ച് വെള്ളത്തിൽ ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ലേ? എന്നെയും ഒരെണ്ണത്തിന്. ശരിക്കും ശരിക്കും എൻ്റെ ദേഹത്തോട്ട് വിവരം അറിയട്ടെ, ഞാൻ പഴയ കളരിയാ. കളരിയോ? എന്നാ ഒന്ന് കാണണമല്ലോ. കൈ കയറി പിടിക്കുന്നോ? സോറി. കൈ കയറി പിടിച്ചിട്ട് സോറി എന്നോ? സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കട്ടെ ഞാൻ? കൊണ്ടു കൊടുക്ക. Will you marry me? ഇംഗ്ലീഷിൽ സ്വല്പം വീക്കല്ലേ? ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞ് കളിക്കാനുള്ള അല്ലാട്ടോ കല്യാണം. തമാശയല്ല സുധി, എൻ്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസും ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ടില്ല. ഇതുവരെ ഒന്നും തെറ്റിയിട്ടുമില്ല. ഐ എം സീരിയസ്. അല്ലേ, എന്നെ കാണുമ്പോൾ ചേട്ടന് ഓർമ്മ വരണമെന്ന് പറഞ്ഞിട്ട്? ഓഹോ, അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. സുധി, അത്യാവശ്യം ലോകവും ആണുങ്ങളെയും കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ സുധിക്ക് അറിയില്ല ഹൗ ബ്യൂട്ടിഫുൾ എ പേഴ്സൺ യു ആറെന്ന്. എന്തു പറ്റി? വെള്ളം വേണോ? ഇത് പൊക്കോളൂ. പെട്ടെന്ന് കേട്ട എൻ്റെ ഷോക്കിലാ. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി. എപ്പോൾ പറയും? എപ്പോൾ പറയാൻ പറ്റുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ശരി, I'll wait. എന്താ ഇപ്പൊ ഇത്ര ആലോചിക്കാനുള്ളത്? അപ്പത്തൊന്നൊരു എസ് കാച്ചണ്ടേ? ഈ പെൺകുട്ടികളുടെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. നല്ല ട്രാഫിക് അല്ലേ? ലൈറ്റ് ആവോ? കോയമ്പത്തൂർ കഴിഞ്ഞാൽ സ്ട്രേറ്റ് റോഡാ സാറേ. സമയത്തെത്തില്ലാച്ച അതൊരു മര്യാദ കേടാവും. അതാ ഇപ്പൊ കേട്ട കഥയിലെ ശ്രുതി ഇവിടം വരെ എത്തിയത് എവിടെയോ ഇരിക്കുന്ന ഒരാള് വരച്ച വര കാരണമല്ലേ. എത്താനുള്ളതാണെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. ആദി അന്തമുള്ളോനെ ആനന്ദ കടവുള്ളോനെ, ആദി അന്തമുള്ളോനെ ആനന്ദ കടവുള്ളോനെ, ആനന്ദ കടവുള്ളോനെ ആദി പരാപരനെ, ആനന്ദ കടവുള്ളോനെ ആദി പരാപരനെ, ആദി അന്തമുള്ളോനെ ആനന്ദ കടവുള്ളോനെ, ആദി അന്തമുള്ളോനെ ആനന്ദ കടവുള്ളോനെ.
ബാംഗ്ലൂർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. അതെ. കല്യാണി എനിക്കൊരു വാക്ക് തരണം. കല്യാണമായാലും എന്നെ അറിയിക്കരുത്. വൈ? ഐ സ്റ്റോപ്പ് ട്രൈങ്. നിനക്ക് ഇഷ്ടമുള്ള ബജി ഇതല്ലേ മോളെ? ഇതിൻ്റെ കൂടെ മുളക് പൊടി കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാ. എത്തിയിട്ട് വിളിക്കാം അമ്മ. കയറിക്കോളൂ. ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യം മറക്കല്ലേ. ടൈം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു വരവ് വരും. ബൈ. അടുത്ത ആഴ്ചത്തെ കാര്യമല്ലേ, നീ എന്തിനാ ഇപ്പോഴും ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊന്നുമില്ല, എന്നാലും ദേ സുധിയേട്ടൻ. ആ എന്തായി? ആ ഇല്ലില്ല. വിസിറ്റിംഗ് മിസ്സല്ല പോണല്ലടാ. അതെ സുധിയേട്ടാ, 3 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ എവിടെയെങ്കിലും കയറി പറ്റണം. ആ ആലോചിച്ചിട്ട് വിളിക്കാം. ശരി. അതൊക്കെ ശരിയാവും. ശരിയാതെ അവിടെ പോകാനാ. തത്വമംഗലത്ത് നമ്മുടെ സേതുവിൻ്റെ വീട് കൊടുക്കാണ്ടത്ര എന്തുപോലോട്ടാ? എനിക്കറിയില്ല. കച്ചവടം നടന്ന കമ്മീഷൻ തരണം. പറ്റുമോ? നീ പറഞ്ഞിട്ടാണല്ലോ ആ സ്ഥലം ഞാൻ അറിയാൻ. കമ്മീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബിസിനസ്സുകാരനായി. നീ തിരക്കിലാണോ? ആ എന്തേ? എന്നൊന്ന് വീട് വരെ ഡ്രോപ്പ് ചെയ്യോ? ഇവൻ അമ്മൂടക്കത്ത് കാശ് മേടിക്കും. കാശുണ്ടല്ലോ, നീ കൊടുത്തോ. ദോശാരടാ. അവൻ്റെ വളിച്ച ചിരി. വാ വാട.